വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ അവിടുത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരെയെല്ലാം രാജിവെപ്പിച്ച് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചിലപ്പോൾ പുതിയ മുഖ്യമന്ത്രിയും ആയിരിക്കും. അവിടെ BJP കേന്ദ്ര നേതൃത്വം പറയുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് കമ എന്ന അക്ഷരം മിണ്ടാൻ ഒരാളുമില്ല. മറുചോദ്യമൊന്നും ഗുജറാത്തിൽ ആരും ഇന്നേവരെ ചോദിച്ചിട്ടുമില്ല. അതുപോലെ ഉരുക്കുകോട്ടയാണ് ഉത്തർപ്രദേശ് എന്ന് BJP കരുതി. അവിടുത്തെ മന്ത്രിമാരെ മൊത്തത്തിൽ രാജിവെപ്പിച്ച് യോഗി മന്ത്രിസഭ പുതിയ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ആലോചന നടത്തുമ്പോൾ അത് മുളയിലെ നുള്ളിക്കളയാനാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ ഐക്യത്തോടെ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന ക്യാബിനറ്റിനെ മൊത്തത്തിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച് പുതിയ മന്ത്രിസഭയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നാടകീയ നീക്കങ്ങൾ പൊളിയുകയാണ്. മാത്രമല്ല BJPയുടെ ദേശീയ അധ്യക്ഷനായ നിതിൻ നബീനെ അവരാരും അംഗീകരിച്ചിട്ടില്ല. ബീഹാറുകാരൻ ഞങ്ങളെ ഭരിക്കാൻ വരേണ്ട എന്നും മോദിയുടെയും അമിത്ഷായുടെയും കയ്യിലെ കളിപ്പാവകളൊന്നും ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരേണ്ട എന്നും മുതിർന്ന BJP നേതാക്കൾ പറയുകയാണ്. കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ളവർ വാസ്തവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹിച്ച് നടക്കുന്നവരാണ്. അവരാരും യോഗി മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയാകാനോ മറ്റ് പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യാനോ താല്പര്യമുള്ളവരല്ല. അവർക്കെല്ലാം യോഗിയെ വനവാസത്തിലേക്ക് അയച്ച് അവിടെ മന്ത്രിസഭ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ പരിപൂർണമായി അമിത്ഷായ്ക്ക് വിധേയപ്പെടാൻ ആഗ്രഹിക്കാത്തവരുമാണ്. ഉത്തർപ്രദേശിൽ നമുക്കറിയാം, രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതി നടന്നു. അത് സംസ്ഥാന സർക്കാരിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ BJPക്ക് മുഖം മിനുക്കാൻ കിട്ടുന്ന ഏക അവസരമെന്നത് മന്ത്രിസഭയിലെ അഴിച്ചുപണിയാണ്. അതുവഴി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക, കൂടുതൽ ദളിത് ആദിവാസി പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കം. പക്ഷേ അതൊന്നും നിലവിലെ മന്ത്രിസഭയിലെ മന്ത്രിമാർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവർ പലതോതിൽ BJPക്ക് സമ്മർദ്ദവും ഭീഷണിയും മുഴക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. സമാനതകളില്ലാത്ത രാഷ്ട്രീയ നാടക നീക്കങ്ങൾ ഉത്തർപ്രദേശിൽ കൊടുമ്പിരികൊള്ളുമ്പോൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയുമൊക്കെ ഉത്തർപ്രദേശിലെ വിവിധ മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളാണ് എന്നുള്ള കാര്യം പോലും ഈ കേന്ദ്രമന്ത്രിമാർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നരേന്ദ്രമോദി ആദ്യമായി ലോക്സഭയിലേക്ക് ജയിക്കുമ്പോൾ വാരണാസി മാത്രമായിരുന്നില്ല തിരഞ്ഞെടുത്തത്, ഗുജറാത്തിലെ വഡോദരയും കൂടെ തിരഞ്ഞെടുത്തു. കാരണം വാരണാസിയിൽ തന്നെ ചതിക്കാനോ തനിക്ക് പണി തരാനോ അവിടെയുള്ള പ്രവർത്തകരെ വെച്ചുകൊണ്ട് LK അദ്വാനിയോ ആരെങ്കിലും രാഷ്ട്രീയ നാടകം നടത്തുമോ എന്ന ഭയം നല്ലപോലെ നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. രണ്ടാം തവണയാണ് ആ പേടി മാറി അവിടെ മാത്രമായി മത്സരിക്കാൻ തയ്യാറെടുത്തത്. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ വരെ മോദി ശരിക്കും ഭയന്നു എന്നുള്ളതാണ് വാസ്തവം.